കനത്ത മഴയിൽ ഇടുക്കി മൂന്നാർ RO കവലയ്ക്ക് സമീപം വീണ്ടും മണ്ണിടിഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായതിന്റെ സമീപത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നത്. മൂന്നാർ ടൗണിൽ RO ജംഗ്ഷന് സമീപം വഴിയോര കടകൾ പ്രവർത്തിച്ചു വന്നിരുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇവിടെ റോഡിനോട് ചേർന്ന് മുകൾ ഭാഗത്ത് വലിയ തിട്ടയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഈ ഭാഗത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. മുകളിൽ നിന്നും മണ്ണും മരവും ഇടിഞ്ഞെത്തിയതിനെ തുടർന്ന് വഴിയോര കടകൾക്ക് നാശം സംഭവിച്ചു. മുമ്പ് മണ്ണിടിഞ്ഞപ്പോഴും കടകൾ തകർന്നിരുന്നു. ആദ്യം മണ്ണിടിച്ചിലിന് ശേഷം കടകൾ തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. കടകൾ അടഞ്ഞുകിടന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. മണ്ണിടിഞ്ഞെങ്കിലും ഇതുവഴിയുള്ള ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. വഴിയോര കടകൾക്കൊപ്പം വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ നിർത്തിയിടുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. മഴ തുടർന്നാൽ പ്രദേശത്തിനെയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തെ മരങ്ങളും അപകടാവസ്ഥയിലാണ്. இன்று நேற்று நடந்த இந்த சம்பவம், நைட்டில் நடந்த சம்பவம் சப்போஸ் பகலில் நடந்திருந்தா எத்தனை பேருக்கு என்னென்ன பாதிப்புகள் ஏற்பட்டிருக்கும் என்பதை நீங்கள் சிந்திக்க வேண்டும். அவர்கள் வாழ்க்கையும் பாதுகாக்க வேண்டும், கடற்கரை வாழ்க்கையும் பாதுகாக்க வேண்டும், நமக்குள் நிலைமையும் சரியை செய்ய வேண்டும் என்றால் நீங்கள் ஒரு நடவடிக்கை எடுக்க வேண்டும் என உங்களை மூணார் பொதுமக்கள் சார்பாக അൻപോട് தெரிவித்துக் കൊള്ളുന്നു. സംഭവത്തെ തുടർന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കണ്ടു അപ്പോൾ നമ്മൾ പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. പാർക്കിംഗ് ചെയ്യുന്നത് സേഫ് ആയിരിക്കില്ല, അതുപോലെ കടകളാണെങ്കിലും പ്രവർത്തിക്കുന്നത് സേഫ് അല്ല. സോ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ. ഈ ഭാഗത്ത് വളർന്നു നിൽക്കുന്ന മരങ്ങൾ അപകടാവസ്ഥ വരുത്തുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ഇതിനൊപ്പമാണിപ്പോൾ 2 തവണ ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ കൂടി സംഭവിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തെ വഴിയോര വിൽപ്പനയും വാഹന പാർക്കിങ്ങും നിയന്ത്രിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടേക്കുമെന്നാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.